എല്ലാവർക്കും നമസ്കാരം. +2 അക്കൗണ്ടൻസി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പ്രോബ്ലംസ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് തിയറികളും പ്രോബ്ലങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിരുന്നു. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, അത് നോക്കിയിട്ട് നന്നായി പഠിക്കേണ്ടതാണ്. ബിസിനസ് സ്റ്റഡീസിൻ്റെയും അക്കൗണ്ടൻസിയുടെയും എക്സാമിൻ്റെ പ്ലേലിസ്റ്റുകൾ ചാനലിൽ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോബ്ലം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെയാണ്. അപ്പോൾ അത് ആദ്യം പഠിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഫോർമാറ്റ് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഫോർമാറ്റ് നിങ്ങൾക്ക് നിർബന്ധമായും കാണാണ്ട് പഠിക്കേണ്ടതാണ്. ഈ ഫോർമാറ്റ് പഠിക്കാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡ് ഏതൊക്കെ ഐറ്റംസ് വരുന്നുണ്ടെന്ന് നോക്കാം. ക്രെഡിറ്റ് സൈഡ് പ്രോഫിറ്റ് ആണ് വരുന്നത്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്രെഡിറ്റ് സൈഡാണ് വരുന്നത്. ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്യാൻ പാടില്ല, അതെവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഒരു കാരണവശാലും ഡ്രോയിങ്സ് എൻ്റർ ചെയ്യാൻ പാടില്ല. കാരണം ഈ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ, വല്ല സ്ഥലത്തും ഡ്രോയിങ്സ് എഴുതുന്നുണ്ടോ? ഇല്ലല്ല. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ആദ്യം ഓർത്ത് വയ്ക്കുക. പ്രോഫിറ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എഴുതണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എഴുതണം. ബാക്കി ഏത് ഐറ്റംസ് വന്നാലും ഫോർമാറ്റ് പ്രകാരം ഡെബിറ്റ് സൈഡാണ് എഴുതേണ്ടത്. അതായത് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ ഡെബിറ്റ് സൈഡ്, സാലറി ഡെബിറ്റ് സൈഡ്, കമ്മീഷൻ ഡെബിറ്റ് സൈഡ്, ലോണ് ഡെബിറ്റ് സൈഡ്. പിന്നെ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഫോർമാറ്റ് എളുപ്പത്തിൽ പഠിക്കേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊന്നും കൂടി വ്യക്തമാക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇവിടെ തന്നിരിക്കുന്നത്. മുൻ വർഷത്തെ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യനാണ്, പാടായിരിക്കും എന്ന് കരുതേണ്ട ആവശ്യമില്ല. ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫോർമാറ്റ് പറഞ്ഞു തന്നപ്പോൾ ഒരു എളുപ്പ വഴി പറഞ്ഞായിരുന്നു. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന രണ്ട് ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഈ രണ്ട് ഐറ്റം ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ തന്നെ മതി. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡ് ഫില്ല് ചെയ്ത് പോവാം അല്ലേ. അപ്പോൾ ഇവിടെ റീനെയിം രഹന ആർ പാർട്ട്നേഴ്സ്. ക്വസ്റ്റ്യനിൽ റീനെയിം രഹനയും പാർട്ട്ണർഷിപ്പ് ഫേമാണ്. ഒന്നില്ലെങ്കിൽ ആ ഫേമിന് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലോസ് ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എൻ്റർ ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡുള്ള രണ്ട് ഐറ്റംസ് ഇതിലുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 lakh, അത് എൻ്റർ ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അത് ക്രെഡിറ്റ് സൈഡ് അല്ല. പിന്നെ സാലറി തന്നിട്ടുണ്ട്, അതും ക്രെഡിറ്റ് സൈഡ് അല്ല. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡ് ആകപ്പാടെ എഴുതാനുള്ള ഐറ്റം നെറ്റ് പ്രോഫിറ്റ് മാത്രമേ എഴുതാനുള്ളൂ. ഇനി നമുക്ക് നേരെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റംസ്. അപ്പോൾ നിങ്ങൾ ഫോർമാറ്റ് നിർബന്ധമായും പഠിക്കണം, എന്നാലും ഇതൊക്കെ ഓർമ്മ വരുള്ളൂ. ഇനി ഡെബിറ്റ് സൈഡ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് നെറ്റ് ലോസ് ആണ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് ലോസ് എന്തായാലും ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത് നിങ്ങളുടെ ഫോർമാറ്റ് പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് വരുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് അറ്റ് 5% പെർ ആനം. അപ്പോൾ ഇൻട്രസ്റ്റ് കണക്കാക്കാൻ 5% ഇൻട്രസ്റ്റ് ആണ് കണക്കാക്കേണ്ടത്. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ എത്രയാണ്? റീനയുടെ ക്യാപിറ്റൽ 5 lakhും രഹനയുടെ ക്യാപിറ്റൽ 4 lakhുമാണ്. അപ്പോൾ 5 lakhിൻ്റെയും 4 lakhിൻ്റെയും 5% ആണ് നമ്മൾ എന്തായിട്ട് എഴുതേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമുക്കത് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എൻ്റർ ചെയ്തു. റീനയുടെ 5 lakhിൻ്റെ 5% 25,000, രഹനയുടെ 4 lakhിൻ്റെ 5% 20,000, രണ്ടും കൂടി ടോട്ടൽ 45,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടി. ഇനി നെക്സ്റ്റ് ഫോർമാറ്റ് പ്രകാരം സാലറി ആണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യനിൽ സാലറി തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. സാലറി തന്നിട്ടുണ്ട്. റീന ഈസ് ടു ബി പെയ്ഡ് എ സാലറി ഓഫ് 2,500 പെർ മന്ത് എന്ന് പറയുന്നുണ്ട്. ഈ സാലറി റീനയ്ക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എൻ്റർ ചെയ്യുമ്പോൾ റീന സാലറി എന്ന് മാത്രം എഴുതിയാൽ മതി. പിന്നെ സാലറി എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ മാസവും 2,500 രൂപ എന്നാണ് പറയുന്നത്. പെർ മന്ത് 2,500 ആണ്. ഈ പെർ മന്ത് എന്നുള്ള വേർഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തേക്കണം, 2,500 × 12 ചെയ്തിരിക്കണം.
മറക്കരുത്. സാലറി 2500 പെർ മന്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ എമൗണ്ട് ഇൻറ്റു 12 ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ റീനയ്ക്ക് മാത്രമേ സാലറി ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ സാലറി മാത്രം എടുത്ത് എൻ്റർ ചെയ്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ സാലറി റീന 2500 ഇൻറ്റു 12 ചെയ്തപ്പോൾ 30,000 ലഭിച്ചു. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫോർമാറ്റ് പ്രകാരം അടുത്ത ഐറ്റം കമ്മീഷനാണ്. ക്വസ്റ്റ്യനിൽ കമ്മീഷൻ ഒന്നും പറയുന്നില്ല. പിന്നെ വരുന്ന ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോണാണ്. ആ ഐറ്റവും ക്വസ്റ്റ്യനിൽ വരുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്വസ്റ്റ്യൻ പ്രകാരം എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സൈഡ് ടോട്ടൽ ചെയ്തിട്ട് മൈനസ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ ആൻസർ 25,000 ലഭിച്ചു. അതായത് ഇവിടെ 1 lakh വരുന്നത്. ഇവിടെ 45,000ഉം 30,000ഉം ഉണ്ടായുള്ളൂ. അപ്പോൾ കുറവുള്ള സൈഡിൽ നമ്മൾ എമൗണ്ട് 1 lakh നിന്ന് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 25,000 ലഭിച്ചു. ഈ 25,000ന് നമ്മൾ 2 പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ക്വസ്റ്റ്യനിൽ 3:2 എന്ന് തന്നിട്ടുണ്ട്. 3:2 ആണെങ്കിൽ 3/3യും 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ അതാണ് ഡിനോമിനേറ്ററായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 3:2 എന്ന് പറയുമ്പോൾ 3/5ഉം ഈ 25,000ൻ്റെ 2/5ഉം അങ്ങനെ 2 പേർക്കും ഷെയർ ചെയ്തും ഇവിടെ കാണിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടത്. പ്രോബ്ലവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.